പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 40-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എൻ്റെ വായിലൊരു പാട്ട് തന്നു. അത് ദൈവത്തിന് സ്തോത്രം തന്നെ, സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഒരു പാട്ട്, ആ പാട്ടിലൂടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പലരും അത് കാണും. അവർ ദൈവത്തെ സ്തുതിക്കും. അവരത് കാണുന്നത് അതിശയത്തോടെ കാണുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുവാൻ കാരണം ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ അവർ പാടുന്നു. അവർക്ക് എങ്ങനെ പാടാൻ കഴിയുന്നു, അവർക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു. കഴിഞ്ഞ നാളുകളിൽ 145 എപ്പിസോഡുകളിൽ ഇത് 146-ാമത്തെ എപ്പിസോഡാണ്. നാം ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ഇവിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നില്ല. നാം ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നാം ഇവിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നില്ല, മറിച്ച് നാം ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ആ അനുഭവങ്ങളിലൂടെ നാം പാടുകയായിരുന്നു. അനേകർക്ക് അത് അനുഭവമായി തീരട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവറിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാമിന്റെ 146-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വലിയവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്ന ജീവിത അനുഭവങ്ങൾ കേൾക്കുവാൻ, ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട്. സൗകര്യസൗരന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. 146-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനയോടെ ഞങ്ങൾ കടന്നു വരുവാൻ അങ്ങ് കൃപ തന്നതിനായിട്ട് സ്തോത്രം. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അടുത്തു നിന്നും അകലെ നിന്നും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുമ്പോൾ അനുഗ്രഹീതമായ ദൈവനാമം മഹത്വപ്പെടുന്ന ഗാനങ്ങൾ കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് ഇടയാകണമേ. ജീവിതാനുഭവങ്ങളിലൂടെ, കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുവാൻ, അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ തുടർന്നും ഇടയാകണമേ. അനുഗ്രഹീതമായ സന്ദേശവും കേട്ട് ഞങ്ങൾക്ക് പിരിയുവാൻ കർത്താവെ കൃപ തരണം. കാലാവസ്ഥ അനുകൂലമാക്കി നൽകണം. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. അവിടുത്തെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചു, 146-ാമത്തെ എപ്പിസോഡാണ് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നത്. 145 എപ്പിസോഡുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അനേക ജീവിതങ്ങൾക്ക് അതിന് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാനും അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും വീണ്ടും അനേകരുടെ ജീവിതങ്ങളിലേക്ക് സാക്ഷ്യങ്ങളിലൂടെ, ഗാനങ്ങളിലൂടെ, വചനങ്ങളിലൂടെ കടന്നു ചെല്ലുവാൻ ഈ പ്രോഗ്രാമിനെ ദൈവം ഇടയാക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ തൻ്റെ ജീവിത അനുഭവങ്ങളും ഒരു ചെറിയ മെസ്സേജും നമുക്ക് നൽകുന്നത് കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ടോമി PJ, പട്ന, ബീഹാർ അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവറിനാഥ മിനിസ്ട്രിയുടെ പേരിലും ദൈവനാമത്തിലുമുള്ള നന്ദി അറിയിക്കുന്നു, സ്വാഗതം അറിയിക്കുന്നു. എല്ലാ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ലിസ ബിജു ബെഹറിൻ അവറുകളാണ്. പ്രിയദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ സ്വരങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീതയായൊരു ദൈവദാസിയാണ്. പ്രിയ കർത്താവിൻ്റെ ദാസിയിലൂടെ ഇന്ന് 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകട്ടെ. പ്രിയ സഹോദരിയും ദൈവനാമത്തിൽ ഈ മിനിസ്ട്രിയുടെ പേരിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രിയദാസിയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്ക് അവസരമുണ്ട്. പ്രാരംഭമായ ഗാനം ഇങ്ങനെ പാടുന്നു: എന്നുമേഘ വന്നിടും എൻ്റെ പ്രാണനായക എന്നാരംഭിക്കുന്ന അനുഗ്രഹീതമായ ഗാനം. ആ ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. കർത്താവിൻ്റെ ദാസിയെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരി മിനിസ്ട്രീസിന്റെ സോൾ പ്ലാറ്റ്ഫോമിന്റെ ഈ മീറ്റിംഗിൽ ഒരു പ്രാവശ്യം കൂടി അടികൾക്ക് കടന്നു വരാൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അതിന് മുഖാന്തരത്തെ ഒരുക്കിയ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ റോയങ്കളോടും സന്തോഷത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സർവമഹത്വവും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗാനം ശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.
ശാരോനിലെ പനിനീർപ്പൂ, താഴ്വരയിലെ താമര, ഉള്ളുകിലെ വസിക്കും കാന്തയോ. ഒളികളിലെത്തിയ സൈന്യപ്പോൾ, സൂര്യചന്ദ്രശോഭപ്പോൾ, മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. ശാരോനിലെ പനിനീർപ്പൂ, താഴ്വരയിലെ താമര, ഉള്ളുകിലെ വസിക്കും കാന്തയോ. ഒളികളിലെത്തിയ സൈന്യപ്പോൾ, സൂര്യചന്ദ്രശോഭപ്പോൾ, മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നുമേക്ക് വന്നിടും എന്റെ പ്രാണനായിക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസമോർക്കുമ്പോൾ, പ്രിയൻ ചാരിയെത്തുമ്പോൾ, ആനന്ദപരമാനന്ദം പ്രഭോ. എന്നുമേക്ക് വന്നിടും എന്റെ പ്രാണനായിക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസമോർക്കുമ്പോൾ, പ്രിയൻ ചാരിയെത്തുമ്പോൾ, ആനന്ദപരമാനന്ദം പ്രഭോ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, പ്രത്യാശ നൽകുന്ന ഒരു ഗാനം. അത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്ന് വരും? നമ്മുടെ കർത്താവിനോട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുകയാണ്, കർത്താവെ അങ്ങ് വേഗം വന്നിരുന്നെങ്കിൽ. ആ അർത്ഥം ജനിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കാൻ ഇടയായി. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ഞാൻ എന്നെ നൽകിടുന്നേ, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. പ്രാർത്ഥനയുടെ സമർപ്പണത്തിന്റെ ആ ഗാനം കൂടെ കേട്ട് നമുക്ക് മടങ്ങി വരാം. കർത്താവിന്റെ ദാസി ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
താങ്ക് യു ലിസ സഹോദരി. വളരെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ പ്രിയ സഹോദരിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. നാം ക്ഷീണിച്ചു പോകരുത്, നമ്മുടെ കർത്താവ് വേഗം വരും. ഈ അടുത്ത സമയത്ത് ഒരു ഫാമിലിയോട് സംസാരിച്ചപ്പോൾ അവരിങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ യൂട്യൂബിൽ പ്രക്ഷേപണം ചെയ്യുന്ന സുവിശേഷകന്മാരുടെയും മറ്റും ജീവിത സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടു. അടുത്ത ചോദ്യം ഇതാണ്, സത്യത്തിൽ അതൊക്കെ സത്യമാണോ? കാരണം ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചു. ഞാൻ മറുപടി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. അത് ദൈവജനത്തിന്റെ മധ്യത്തിൽ അവർ സാക്ഷ്യമായി പറയുന്നു. അത് തീർത്തും സത്യമാണ്. അവർ പിന്നെയും സംസാരിച്ചു, ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്യുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. നമ്മുടെ സാക്ഷ്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ വെറുതെ പോകുന്ന വായു പോലെ, കാറ്റുപോലെ അലിഞ്ഞു പോകുന്നില്ല. വെള്ളത്തിൽ വരച്ച വരകളല്ല, അത് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാം നമുക്കറിയാം, കർത്താവിന്റെ ദാസി എൽസി ബേബി ആന്റിയുടെ സാക്ഷ്യമായിരുന്നു. ഈ 2 ആഴ്ച കൊണ്ട് ഏതാണ്ട് 5000-ലധികം ആളുകൾ അത് കണ്ടു. അനേകരത് വിളിച്ചു. അനേകർ പറഞ്ഞു, എൻ്റെ ജീവിതാനുഭവമാണ്, ഞങ്ങളുടെയും ജീവിതാനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ സാക്ഷ്യങ്ങളും അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ടോമി PJ ബീഹാർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് കേൾക്കാൻ പോകുന്ന സാക്ഷ്യത്തിനും കാതോർത്തിരിക്കുന്ന അനേകരുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഒരു പ്രധാന പട്ടണമാണ്, ഒരു ഡിസ്ട്രിക്റ്റാണ് കണ്ണൂർ ജില്ല. ചരിത്രങ്ങളും കഥകളുമൊക്കെ ഒരുപാട് പറയാനുണ്ട്. അവിടെ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കത്തോലിക്ക കുടുംബത്തിൽ 4 മക്കളിൽ ഇളയവനായി ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസവും പഠനവും എല്ലാം കഴിഞ്ഞ് 81-ൽ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് 86-ൽ സ്നാനപ്പെട്ട് 1990-ൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് 1996-ൽ ബീഹാറിലേക്ക് താൻ സുവിശേഷ വേലയുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഏകദേശം 30 വർഷം ഒരു അന്യ നാട്ടിൽ
കർത്താവിൻ്റെ വചനവും ഏന്തിക്കൊണ്ട് കർത്താവിൻ്റെ ദാസൻ ജീവിക്കുകയാണ്. 30 വർഷത്തെ അനുഭവങ്ങൾ, ഒരുപക്ഷെ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതാനിട്ടുണ്ടാകും. ഇന്ന് ചുരുക്കമായി അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ തുറന്നു വയ്ക്കുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നും കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കാം. എല്ലാ ബഹുമാനത്തോടും ആദരത്തോടും ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിൻ്റെ ദാസനെ ഇനിയുള്ള സമയം 8:40 വരെയുള്ള സമയം തൻ്റെ ജീവിത സാക്ഷ്യവും ഒരു ചെറിയ സന്ദേശവും പറയാനായിട്ട് പ്രാർത്ഥനയോടെ ഈ സമയം കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാരംഭമായിട്ട് കാൽവറി നാദം മിനിസ്ട്രിയോടുള്ള എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ എന്നെയും ഉൾപ്പെടുത്തുവാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രത്തോളം ദൈവം സഹായിച്ചു എന്നല്ലാതെ അധികമായി പറയുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അല്ല ഞാൻ. എങ്കിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതായിരിക്കുന്ന കൃപകളെ ഈ രാത്രിയിൽ ഓർക്കുവാനും നിങ്ങളോട് പങ്കുവയ്ക്കുവാനുമുള്ള അവസരം ലഭിച്ചു. പ്രാരംഭമായി എൻ്റെ കുടുംബത്തെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ. വൈഫും 2 പെൺമക്കളുമാണ്. മൂത്ത മകൾ കെസിയ, മരുമകൻ ജോയൽ. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ കുടുംബമായി ബാംഗ്ലൂർ സെറ്റിലായിരിക്കുന്നു. രണ്ടാമത്തെ മകള് ക്രിസ്റ്റി, അവൾ CMC വെല്ലൂരിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സിന് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാം കേട്ടതുപോലെ കണ്ണൂർ ജില്ലയിൽ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. കൃഷിക്കാരായിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ഞങ്ങൾ ജനിച്ചു വളർന്നു. എനിക്ക് മൂത്തത് 2 പെങ്ങന്മാരും ഒരു ജ്യേഷ്ഠനുമാണ്. ഞങ്ങൾ പാർക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക വിശ്വാസികൾ മാത്രം തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റ് യാതൊരു സമുദായക്കാരും ആ പ്രദേശത്തില്ല. ഒരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പും ഇല്ല. അവരെ കുറിച്ചൊന്നും യാതൊരു അറിവും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. മാത്രമല്ല, എൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കസിൻസ് ആയിരിക്കുന്ന ചിലർ അച്ഛന്മാരായിട്ടും ചിലർ കന്യാസ്ത്രീകളായിട്ടൊക്കെയുള്ള ഒരു വലിയ കുടുംബ പശ്ചാത്തലം റോമൻ കത്തോലിക്ക സമൂഹത്തോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സാഹചര്യത്തിലാണ് 1981 മേഖലയിലേക്ക് സുവിശേഷവുമായിട്ട് താൻ കടന്നു വന്നു. താനൊരു ഡിസംബർ മാസം 25-ാം തീയതി അവിടെയുള്ള ചെറിയൊരു കവലയിൽ ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷ യോഗം തടസ്സപ്പെടുത്തുവാനായിട്ട് എൻ്റെ പിതാവും കൂടെയുള്ളവരും കടന്നുപോയി. ആ യോഗം, പരസ്യയോഗം, കവലയിലുള്ള പ്രസംഗം, അത് തടസ്സപ്പെടുത്തി ആ മീറ്റിംഗ് അവിടെ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. താൻ അവിടെ ചെറിയ റൂം എടുത്തിരുന്നു. അന്നത്തെ കാലത്തുള്ള ചെറിയ സൗകര്യത്തിലുള്ളായിരിക്കുന്ന ഒരു റൂം. താൻ ആ റൂമിൽ കയറി വാതിലടച്ചു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫാദർ തൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. ചില കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ചെല്ലുന്നതെങ്കിലും ദൈവദാസൻ വിചാരിച്ചു രാവിലെ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണെന്ന്. വളരെ ചുരുക്കിയാണ് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 35 വർഷത്തെ അനുഭവങ്ങൾ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ പറയേണ്ടതുള്ളതുകൊണ്ട് ഓടിച്ചു പോവുകയാണ്. താൻ അവിടെ ചെന്നു. താൻ ആ റൂമില് ദൈവദാസനോട് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ കൂടെയൊക്കെ അറിയണമെന്ന് പറഞ്ഞു. ദൈവദാസൻ എന്തോ പ്രശ്നം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ച് താൻ റൂം തുറക്കാതെ തന്നെ അകത്ത് നിന്നുകൊണ്ട് ജനലിൽ കൂടെ സംസാരിച്ചു. അങ്ങനെ പിതാവ് ചോദിച്ച ചില ചോദ്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബൈബിൾ പരമായ ചില ചോദ്യങ്ങൾ, കത്തോലിക്ക വിശ്വാസത്തിൽ വളരെ ഭക്തരായി ജീവിച്ചുകൊണ്ട് ബൈബിൾ വായിക്കുമായിരുന്നു, പക്ഷെ എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെയൊക്കെ മറുപടി ദൈവദാസൻ പറഞ്ഞത് തനിക്ക് ഇഷ്ടപ്പെടുകയും തന്നെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. അങ്ങനെ തുടർച്ചയായി താൻ എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ വരികയും ആ പിതാവിനോട് ദൈവവചനം സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ പിതാവ് ചില ആഴ്ചകൾക്ക് ശേഷം രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു. അങ്ങനെ പിതാവ് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ എൻ്റെ അമ്മയും പെങ്ങന്മാരും അവർക്ക് അന്ന് മറ്റാർക്കും ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ വിഷമങ്ങളും എതിർപ്പുകളൊക്കെ ധാരാളമായിട്ടുണ്ടായി. വളരെ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ ഫാദർ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. താൻ സ്നാനപ്പെടുവാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് വന്നു.
സ്നാനം ക്രമീകരിച്ചത് ഒരു ഓശാന ഞായറാഴ്ചയാണ്. അതിൻ്റെ ഒരു കാരണം, ഫാദറിന്റെ അമ്മ വളരെ ഭക്തയായ സ്ത്രീയാണ്. എല്ലാവരും ഭക്തരാണ്, എല്ലാവരും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നവരാണ്. എന്നാൽ ഈ ഓശാന ഞായറാഴ്ച പള്ളിയിൽ നീണ്ട കുർബാനയുള്ളത് കൊണ്ട് ഫാദറിന്റെ അമ്മ മടങ്ങി വരുന്നതിനും ഈ സ്നാനം നടക്കണമെന്ന് ഫാദർ വിചാരിച്ചു. ഇല്ലെങ്കിൽ സ്നാനം നടത്തുകയല്ലെന്നറിയാം. അങ്ങനെ സ്നാനത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തി. ദൈവദാസൻ വന്നു. അയൽ സഭയിൽ നിന്നുള്ളതായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറെ ദൂരെ ഇരിട്ടി ഭാഗത്തുനിന്ന് ഉള്ള ചില വിശ്വാസികൾ കടന്നു വന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് സ്നാനക്കടവിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ ഫാദറിന്റെ അമ്മ പള്ളിയിൽ നിന്ന് നേരത്തെ വന്നു. ഫാദറിനെ ഓട് ചേർന്ന് നിൽക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് പുഴക്കടവിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മ ഫാദറിനെ കയറി വട്ടം പിടിച്ചു. PM ആശാനോട് പറഞ്ഞു, മാത്യു സാറേ, എൻ്റെ മകനെ ഞാൻ ചെറുപ്പത്തിലെ മാമോദിസ നൽകിയതാണ്, ഇനി നിങ്ങൾ മതം മാറ്റരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഫാദർ വളരെ അറിഞ്ഞ സത്യത്തോടുള്ള ബന്ധത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അമ്മയെ ഫാദറിന്റെ അനിയനോട് പറഞ്ഞു, നീ അമ്മയെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അനിയൻ കൊണ്ടുപോയി. അതിനുശേഷം കുറെ ആളുകൾ, ആ നാട്ടിലുള്ള ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് സ്നാനം കാണാനായിട്ട്. ആദ്യമായി നടക്കുന്ന ഒരു സംഭവമാണ് ആ പ്രദേശത്ത്. അങ്ങനെ പുഴക്കടവിലേക്ക് പോയി. പുഴക്കടവിൽ ചെന്ന് നിന്ന് അവിടെ വന്ന ജനത്തോട് എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ളത് വചനത്തിനെ ആസ്പദമാക്കി PM ആശാൻ സംസാരിക്കുന്ന സമയത്ത് ഫാദറിന്റെ അമ്മ അനിയനോട് പറഞ്ഞു, നമുക്കും പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പുഴക്കടവിലേക്ക് വന്നു. അങ്ങനെ പുഴക്കടവിൽ വന്ന് വചന ശുശ്രൂഷ കഴിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങാറായ സമയത്ത് അമ്മ വീണ്ടും ഫാദറിനെ വട്ടം പിടിച്ചു. അങ്ങനെ പുഴക്കടവിൽ നിന്നൊരു വലിയ മത്സര യുദ്ധം നടന്നതിന് ശേഷം എൻ്റെ ഫാദർ മകനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടും, അച്ഛാൻ ഇറങ്ങിക്കോ, അമ്മയ്ക്കും എനിക്കും ഒക്കെ വെള്ളത്തിൽ നല്ല പരിചയമാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ആശ്ചര്യമായി പറഞ്ഞതുപോലെ തന്നെ ഫാദർ ചാടേണ്ട അവസ്ഥ വന്നു. വെള്ളത്തിലേക്ക് ചാടി. വല്യമ്മ ഫാദറിന്റെ അമ്മയെ വിട്ടില്ല, കൂട്ടത്തിൽ ചാടി. വെള്ളത്തിൽ കടന്ന് വലിയ മൽപ്പിടുത്തം നടന്നു. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ അല്പം എതിരായി ഫാദറിനോടും PM ആശാനോടും. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിർബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം വന്നു. ഫാദർ പറഞ്ഞു, ഞാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി എന്ത് വില കൊടുത്തും നിൽക്കും, സ്നാനപ്പെടാതെ ഇവിടുന്ന് പോകുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ PM ആശാൻ വെള്ളത്തിലിറങ്ങി. അങ്ങനെ താന് അന്ന് സ്നാനപ്പെട്ടു. സ്നാനം കഴിഞ്ഞപ്പോൾ പിതാവിന്റെ അമ്മ കുറെ വെള്ളം കോരി PM ആശാന്റെ തലയിലേക്ക് ഒഴിച്ചിട്ട് അന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയറിപ്പോയി. പിന്നീട് അവരുടെ ശ്രമം മുഴുവൻ എൻ്റെ അമ്മയെ കൊണ്ട് ഫാദറിനെ മടക്കി വരുത്തുക എന്നുള്ളതായിരുന്നു. അതൊരു ഏകദേശം ഒരു വർഷത്തോളം കഠിനമായ ഒരു ആത്മീക യുദ്ധം ഫാദർ ഭവനത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ പിന്നീട് എൻ്റെ ജ്യേഷ്ഠൻ കർത്താവിനെ സ്വീകരിച്ചു. അമ്മ രക്ഷിക്കപ്പെട്ടു, പെങ്ങന്മാര് രക്ഷിക്കപ്പെട്ടു. പിന്നീടൊരു രാത്രിയിലെ ഒരു യോഗത്തിലാണ് ദൈവവചനം കേൾക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനെ സ്വീകരിക്കാൻ ഇടയായി തീർന്നത്. അങ്ങനെ ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ പക്ഷത്തേക്ക് വരുവാനിടയായി. അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭം കുറിക്കുന്നത്. ആ സമയം വരെ മറ്റുള്ള വീടുകളിൽ പോയി കൂലിവേല ചെയ്താണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഇത് മുഴുവൻ കത്തോലിക്കരായതുകൊണ്ട് അവർ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ഈ കുടുംബം ഈ നിലയിൽ നമ്മുടെ സഭ വിട്ടു പോയതുകൊണ്ട് അവരുമായിട്ട് ആരും സഹകരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു. പള്ളിയിൽ ഞങ്ങളെ പുറത്താക്കി. ചുറ്റുപാടുള്ളവരും സ്വന്തക്കാരും ബന്ധുക്കാരും ആരും മിണ്ടാത്ത അവസ്ഥയായി. ആ നാളുകളിൽ ഞങ്ങളുടെ പണികളെല്ലാം നഷ്ടപ്പെട്ടു. അന്ന് ജീവിക്കാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം വളരെ കഷ്ടതയിലേക്ക്, പട്ടിണിയിലേക്ക് മാറിപ്പോയതായിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളൊരു പാട്ടിന്റെ ശകലമുണ്ട്, പാടാൻ ആഗ്രഹിക്കുന്നില്ല. ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയപ്പെട്ടവർ വിട്ടുമാറിയാൽ മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം എന്നുള്ള അനുഗ്രഹീതമായ പാട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അതൊരു അനുഭവവും ആശ്വാസവുമാണ്. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം അവിടെ ഫാദറിൻ്റെയും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ കണ്ട് പിന്നെ പലരും അവിടെ കത്തോലിക്കയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരാനും അനുഗ്രഹീതമായ ഒരു സഭയുണ്ടാകുവാനുമായിട്ട് ദൈവം ഇടയാക്കി. ആ പ്രദേശത്തു നിന്നാണ് കർത്താവിൻ്റെ വേലയ്ക്കായി കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചത്. ഞങ്ങളുടെ ആത്മീയ പിതാവ് കർത്തൃദാസൻ PM മാത്യുച്ചായനാണ്. എന്നാൽ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ താങ്ങും തണലുമായി ഞങ്ങളെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു ദൈവഭക്തനായിരുന്നു പൗലോസ് തുടിയൻ, കണ്ണൂരുണ്ടായിരുന്നു.
അങ്ങനെ അനേക ദൈവമക്കളുടെ പിൻബലം, സാമ്പത്തികമായ സഹായങ്ങൾ, വിവിധ നിലകളിലായിരിക്കുന്ന പ്രാർത്ഥന ഞങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തി. പിന്നീട് 1990 ഞാൻ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള ഒരു ബോധ്യം, വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല, കാരണം ഈ സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ട് ഇതിനകത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. സുവിശേഷ വേലയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉള്ളി വന്നപ്പോൾ ഞാൻ PM മാത്യുവിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് ഫോണില്ല, തനിക്ക് ഒരു ലെറ്റർ എഴുതി, ഇല്ലെങ്കിൽ ഞാനും സുവിശേഷ പ്രവർത്തനത്തിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അച്ചായന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥനയോടെ വരാൻ പറഞ്ഞു. താൻ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂര് എടക്കരയുടെ പ്രദേശത്താണ്. അവിടെ ഒരു വേറൊരു ഗ്രാമമുണ്ട്, ഉപ്പട എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പുതിയ ഗോസ്പൽ ക്യാമ്പ് ഉണ്ട്, അവിടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മലപ്പുറം ജില്ലയിൽ ഉപ്പട എന്ന സ്ഥലത്തേക്ക്, തൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ME മത്തായി സാറിന്റെ മകൻ, ME ചെറിയ സാറിന്റെ ജ്യേഷ്ഠന്റെ മകൻ സാംസൺ മാത്യു അച്ചായനോട് ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഗോസ്പൽ ക്യാമ്പയിൽ ഞാൻ ജോയിൻ ചെയ്തു. ആ നാളുകളിൽ ആ പ്രദേശത്ത് ധാരാളം പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു. രാവിലെ പോകും, വീടുകളിൽ കൂടെ സുവിശേഷം പറയും, മടങ്ങി വരും, ഉച്ചയ്ക്ക് ക്ഷീണിച്ച് കിടക്കും, വൈകിട്ട് വീണ്ടും പോകും. സന്ധ്യയായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൽ മൈക്ക് വെച്ച് കെട്ടിയിട്ട് ഞങ്ങൾ പ്രസംഗിക്കും. കേൾക്കാനായിട്ട് മുന്നിൽ ആരുമില്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ അച്ചായൻ കേൾക്കും, അച്ചായൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ കേൾക്കും. പക്ഷെ താഴെയെല്ലാം വീടുകളാണ്, വലിയ കുന്നും പ്രദേശങ്ങളായതുകൊണ്ട് അവർ വീട്ടിലിരുന്ന് കേൾക്കും. രാവിലെ ഞങ്ങൾ മൈക്കിൽ കൂടെ പ്രഭാത സന്ദേശം നൽകും. ആ നാളുകളിൽ അങ്ങനെ അധ്വാനിച്ച് ആ പ്രദേശത്തൊരു സ്ഥലം സഭ ഉണ്ടാകാനായിട്ട് ദൈവം ഇടയായി. ആ സമയത്തൊക്കെ ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന എടക്കര അസംബ്ലിയുമായിട്ടാണ്. കാരണം PM ആശാൻ ആദ്യമായി ആരംഭിച്ച സഭയാണ് മലബാറിലെ എടക്കര ബ്രദർ അസംബ്ലി. അന്ന് താൻ എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആരാധനയ്ക്കൊക്കെ അവിടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ എടക്കര സഭയുടെ ഒരു വലിയ പിൻബലവും സപ്പോർട്ടും എനിക്കും എൻ്റെ ആത്മീയ വളർച്ചയിൽ ഉണ്ടായി ആ സമയത്ത്. അങ്ങനെ ആ പ്രദേശത്ത് പ്രവർത്തിച്ചു, സ്ഥലം സഭയുണ്ടായി. അവിടെ ഉണ്ടായതിനു ശേഷം ഞാനും PM ആശാനോട് ചേർന്ന് ഞങ്ങൾ കോഴിക്കോട് ജില്ലയില് പെരുവണ്ണാമൊഴി മുതുകാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുതിയൊരു പ്രവർത്തനം ആരംഭിച്ചു. അതും വലിയ മലമ്പ്രദേശമാണ്. ആ പ്രദേശത്ത് ഞങ്ങൾ മിച്ചഭൂമി സ്ഥലം കുറച്ച് വാങ്ങി അവിടെ ഞങ്ങൾ കൃഷി ചെയ്തു. കപ്പ ഇട്ടു, കാന്താരി ഇട്ടു. ഞങ്ങൾ സ്വന്തം കട്ട പിടിച്ച് ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി അതിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല, കാരണം കാടിന്റെ പ്രദേശമായതുകൊണ്ട് പാമ്പും എലിയും തമ്മിലുള്ളതായിരിക്കുന്ന പോരാട്ടങ്ങളാണ് രാത്രി മുഴുവൻ. അച്ചാൻ പ്രായമുള്ള ആള്, ഞാൻ വളരെ ചെറുപ്പമാണ്. ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് ഉണ്ട്, ഭക്ഷണത്തിന്റെ വിഷയങ്ങളുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ കൂടെ കടന്നു പോയെങ്കിലും ആ പ്രദേശത്ത് ദൈവം ആദരിച്ചു. ആ കാലഘട്ടങ്ങളിൽ അവിടെ ഒരു സ്ഥലം സഭ ഉണ്ടാകാൻ ദൈവം ഇടയാക്കി. ഇന്ന് ആ പ്രദേശത്ത് കർത്താവിന്റെ ദാസൻ ഇറ്റിസാം എന്ന് പറയുന്നതായിരിക്കും ദൈവദാസൻ ആ പ്രദേശത്ത് വന്ന് അതിന്റെ താഴ്വാരത്തിൽ ടൗണില് സഭാഗോളും സഭയും ഒക്കെ ഇന്ന് നിലവിലുണ്ട്. ആ പ്രദേശത്തു നിന്നുള്ള ഒരാളാണ് ജോബി കെ ജോൺ, ലക്കിംപൂർ ആസാമിൽ ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസൻ. മറ്റൊരു സഹോദരിയുണ്ട്, ശാന്തി എന്ന് പറയും, കിണർമുക്ക് അസംബ്ലിയിലെ സുവിശേഷനായിരിക്കുന്ന ബെന്നി ആന്റണിയുടെ വൈഫാണ്. ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ പക്കലേക്ക് വന്നതായിരിക്കുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യമാണുള്ളത്. ആ സമയത്തൊക്കെ ഞാൻ എടക്കര ബ്രദർ അസംബ്ലിയോട് ചേർന്നാണ് നിൽക്കുന്നത്. എടക്കര ബ്രദർ അസംബ്ലി എന്നെ ആ നിലയിൽ പിന്താങ്ങുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ധാരാളം അവസരങ്ങൾ നൽകുകയും ചെയ്തു. ഒന്ന് PM ആശാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്, രണ്ട് ഞങ്ങളുടെ സാഹചര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എടക്കര സഭ ആ നിലയിൽ എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു. അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുണ്ട്. ഞാൻ ആ സമയത്ത് താമസിക്കുന്നത് ജേക്കബ് K മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അന്ന് അദ്ദേഹം ബാങ്കിൽ ജോലിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സ്കൂൾ ടീച്ചർ, സൂസൻ മാം എന്ന് പറയും. അദ്ദേഹം ആ സഹോദരി കഴിഞ്ഞ ദിവസം കർത്തൃസേനയിൽ ചേർക്കപ്പെട്ടു. അവരുടെ ഭവനത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ എല്ലാ A to Z കാര്യങ്ങളും അന്ന് എനിക്ക് വേണ്ടുന്നത് നൽകി, ഒരു സ്വന്തം അനിയനെ പോലെ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ കരുതി ആ ശുശ്രൂഷയിൽ ആ സമയത്ത് തന്നെ നിലനിർത്തിയ ഒരു കുടുംബമാണ്. ആ ബന്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് 95 അവിടുന്ന് തന്നെ വിവാഹം ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. വൈഫിന്റെ പേര് ടീന. 95 വിവാഹം കഴിഞ്ഞു. 96 ഞാൻ ബീഹാറിലേക്ക് പോവുകയാണ്. ബീഹാറിലേക്ക് പോകാനുള്ള കാരണം, ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് 92 ഗോ 92 എന്ന് പറയുന്ന ഒരു മിഷണറി ചലഞ്ച് കോൺഫറൻസ് പായിപ്പാട് വെച്ചുണ്ടായി. അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായപ്പോൾ നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു വെളിച്ചം ഉണ്ടാകുകയും അങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എടക്കര വന്ന് സാക്ഷ്യം പറഞ്ഞു. പക്ഷെ ഒരു 2-3 വർഷത്തോളം എടക്കര ബ്രദർ അസംബ്ലി എന്നെ അയക്കാൻ അവർ തയ്യാറായില്ല. കാരണം ഞാൻ ശുശ്രൂഷകളിൽ ആ പ്രദേശങ്ങളിൽ
സജീവമായിരുന്നതുകൊണ്ടും എടക്കര അന്ന് സുവിശേഷകൻ എന്ന് പറയാവുന്ന രീതിയിൽ ആരും ഇല്ലെങ്കിലും എന്നോടുള്ള താല്പര്യം കൊണ്ട് അവർ അനുവദിക്കുകയില്ല. എന്നാൽ എൻ്റെ വടക്കേണ്ടിക്ക് പോകുക എന്നുള്ള താല്പര്യം വർദ്ധിച്ചു വരികയും ഞാൻ അങ്ങനെ കേരളത്തിൽ നിൽക്കില്ല എന്നുള്ളത് ബോധ്യം വന്നപ്പോൾ അന്ന് ഈ ജേക്കബ് കെ മാത്യു സഹോദരൻ അന്ന് KEMന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പോൾ തോമസ് അങ്കിളിന് ഒരു ലെറ്റർ എഴുതി, ഇങ്ങനെ ഒരു സഹോദരനോട് തനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോകണമെന്നുള്ള താല്പര്യമുണ്ട്, അച്ഛൻ്റെ ഒരു ഗൈഡൻസ് ഏതെങ്കിലും ഇതിലുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ബീഹാർ എന്നെ പരിചയപ്പെടുത്തി. ബീഹാറിൽ അന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന PJ ജോൺ എന്ന് പറയുന്ന ദേവദാസിന്റെ അടുക്കലേക്കാണ് ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നത്. ഞാൻ ആദ്യം പോയി ഒരു സ്പൈ വർക്ക് പോലെ സിംഗിളായിട്ട് പോയി. അതിനുശേഷം മടങ്ങി വന്നൊരു 6 മാസം കഴിഞ്ഞ് ഞാൻ കുടുംബമായിട്ട് പോകാനുള്ളതായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന ഒരു വെളിച്ചം എനിക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോയി. അന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് 6 മാസം പ്രായമാണ്. അതികഠിനമായ ചൂടിലാണ് അവിടെ ചെന്ന് ചേരുന്നത്. അതിൻ്റെതായ ഒരുപാട് തിക്ത അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ അന്ന് അനുഭവിച്ചു. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഭാഷയുടെ പ്രോബ്ലം ഉണ്ട്, പലപ്പോഴും മടങ്ങിപ്പോകണമെന്നുള്ളതായിരിക്കുന്ന ഒരുപാട് പ്രേരണകൾ ഉണ്ടായി. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവമാണ് അയച്ചതെന്നുള്ള വ്യക്തമായ ബോധ്യത്തിൽ അവിടെ തുടരാനായിട്ടിടയായി തീർന്നു. ആ കാലഘട്ടത്തിലൊന്നും ഫണ്ടുകളോ നമ്മുടെ മധ്യത്തിലുള്ള ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റുകളോ, പ്രത്യേകിച്ച് ഞാനൊരു കത്തോലിക്ക സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ട് എൻ്റെ ബന്ധുക്കാരും വിശ്വാസത്തിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള കോണ്ടാക്ട്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടു. 5 രൂപയുടെ ഒരു ബ്രെഡ് കൊണ്ടൊക്കെ ഒരു ദിവസം പോലും കഴിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ദിവസങ്ങളുണ്ട്. അന്ന് ഗോസ്പൽ പാക്കറ്റ് ഉണ്ട്, 1 രൂപയ്ക്കാണ് ഞങ്ങളത് വിൽക്കുന്നത്. സഞ്ചി നിറച്ച് ഗോസ്പൽ പാക്കറ്റുമായിട്ട് പോകും. 10ഓ 15ഓ പേർക്ക് അത് കൊടുത്തു കഴിയുമ്പം ഒരാൾ വാങ്ങും. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരി വാങ്ങാനായിട്ട് ഗോസ്പൽ പാക്കറ്റും കൊണ്ട് പോയ നാളുകളുണ്ട്. സുവിശേഷ വേലയേക്കാൾ ഉപരി വീട്ടിലെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ 2ഉം 3ഉം പ്രാവശ്യം സഞ്ചി നിറച്ച് സുവിശേഷ പ്രതികളുമായിട്ട് പോയ മാസങ്ങൾ, വർഷങ്ങൾ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തത വലുതാണ്. അവിടെ ഏകദേശം 2 വർഷത്തോളം PJ ജോണുകളുടെ നിന്ന് ഭാഷ പഠിക്കാൻ ദൈവം സഹായിച്ചു. താൻ എന്നെ ഒരുപാട് ഗ്രാമങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുപോകുമായിരുന്നു ശുശ്രൂഷയ്ക്കായിട്ട്. പിന്നീട് എനിക്ക് പാറ്റ്നയ്ക്ക് വരാനുള്ള ഒരു മുഖാന്തരം ഉണ്ടായി. അന്ന് കർത്തൃദാസൻ OM മാത്യു പാറ്റ്നയിൽ ഓൾറെഡി നിലവിലുണ്ട്. താൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവിടെ വളരെ ഡ്രൈ ആയി കിടക്കുകയാണ്. അന്ന് 2-3 ആളുകളെ അവിടെ പാറ്റ്നയിൽ കൂടി വരാനായിട്ടുള്ളൂ. ടോമി ഷോറിനോട് വരികയാണെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ നാളുകൾ പ്രാർത്ഥിച്ചതിന് ശേഷം പാറ്റ്നയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഞങ്ങൾ ചെന്ന സമയം ഞങ്ങൾ ഒരുമിച്ച് ധാരാളം സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു. അവിടുന്ന് ഒരു 50 കിലോമീറ്റർ ദൂരെ ബക്തിയാർപൂർ എന്ന് പറയും, അതൊരു പ്രവർത്തന കേന്ദ്രമായിട്ട് മാറാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ടിഫിനൊക്കെ ആയിട്ട് അവിടെ ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യും. പലപ്പോഴും ഞങ്ങൾ സീസൽ ടിക്കറ്റിലൊക്കെ ഉണ്ടാക്കി ട്രെയിനിൽ യാത്ര ചെയ്ത് അങ്ങനെ പോയ സമയത്ത് അവിടെ മറ്റു സംഘടന മുഖാന്തരം രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ മധ്യത്തിൽ എത്തിച്ചേരാൻ ഇടയായി. അവരെ ഞങ്ങൾ ദൈവവചനം പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി. ഇന്ന് ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 6 സ്ഥലം സഭകൾ ആ പ്രദേശങ്ങളിലുണ്ട്, ഹിന്ദിക്കാരായിരിക്കുന്ന 6 സ്ഥലം സഭകൾ. പിന്നീട് ഞാൻ ആ പാറ്റ്നയിൽ നിന്നുകൊണ്ട് തന്നെ ഏതാണ്ട് 350 കിലോമീറ്റർ ദൂരത്തോളം യാത്ര ചെയ്ത് കിഷൻഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബീഹാർ വെസ്റ്റ് ബംഗാൾ ബോർഡറാണ്, നേപ്പാളിന്റെ ബോർഡറാണ്. അവിടെ പോകാനുള്ള കാരണം ഗൾഫിലായിരുന്ന ഒരു സഹോദരൻ ഈശോ എബ്രഹാം, കുമരാണ്ടായിരുന്ന PJ എബ്രഹാം ചായന്റെ മകൻ ഈശോ എബ്രഹാം താൻ ഗൾഫിലെ ജോലി രാജിവെച്ച് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കുടുംബമായി കിഷൻഗഞ്ച് വരികയും താൻ എന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹകരിപ്പിക്കുകയും ചെയ്തു, സന്താളി ട്രൈബൽസിന്റെ ഇടയ്ക്ക്. എന്നാൽ 1 വർഷത്തോട് കഴിഞ്ഞതോടുകൂടെ താൻ ഒരു അറ്റാക്ക് ഉണ്ടായി. കർത്തൃസേനയിൽ ചേർക്കപ്പെട്ടപ്പോൾ ബീഹാറിലെ മറ്റ് സീനിയർ വർക്കേഴ്സിന്റെ അഭിപ്രായ പ്രകാരം ആ വർക്ക് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് അവരെന്നെ ഏൽപ്പിക്കുക. അങ്ങനെ 3.5 വർഷത്തോളം ഞാൻ കിഷൻഗഞ്ച് എന്ന് പറയുന്ന സന്താളി ട്രൈബൽസിന്റെ ഇടയ്ക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ വേണ്ടി ദൈവം ഉപയോഗിച്ചു. അത് നേപ്പാൾ ബോർഡർ ആയതുകൊണ്ട് ആ സമയത്ത് നേപ്പാളിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ളതായിരിക്കുന്ന അവസരം ഉണ്ടായി. അന്ന് രാജഭരണമാണ്, ബൈബിളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ഏതാണ്ട് അവിടുന്ന് ഒരു 65 കിലോമീറ്റർ ഞാൻ മിനി ബസ്സിൽ പോയിട്ട് പിന്നെ ഒരു 13 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വേണം അവിടെ എത്താനായിട്ട്. ചായത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതായിരിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. രാവിലെ അവിടെ പോകും, അവർ ജോലിക്ക് പോകും. രാവിലെ അവർ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് ചായത്തോട്ടത്തിലേക്ക് ജോലിക്ക് പോയാൽ പിന്നെ വൈകിട്ടാണ് അവർ വരുന്നത്. വൈകിട്ട് വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് രാത്രിയിലാണ് മീറ്റിങ്ങുകൾ നടക്കുന്നത്. അവരെ കൂട്ടി ബൈബിൾ ക്ലാസ്സുകൾ കൊടുക്കും. അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ്. അനേക നാളുകൾ ഏകാന്തതയുടെ നടുവിൽ കണ്ണുനീരൊഴുക്കിയതായിരിക്കും ദിവസങ്ങളുണ്ട്. സംസാരിക്കാൻ ആരുമില്ല, വർത്താനം പറയാൻ ആരുമില്ല. നേപ്പാളിലേക്ക് പൊതുവായിട്ട് നമുക്ക് ഇറങ്ങത്തില്ല, രാജഭരണമുണ്ട്.
നമ്മൾ എന്തിനു വന്നു എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് ശരിയായ ഉത്തരം പറയാൻ പറ്റത്തില്ല, ബൈബിള് കൈ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ നാളുകൾ ആ പ്രദേശത്ത് അവിടെയുള്ള ചില കൂട്ടുവിശ്വാസികളോട് ചേർന്ന് പ്രവർത്തിച്ചു. അവിടെ സ്ഥലം സഭയുണ്ടായി. ആ സ്ഥലം സഭയിൽ ഞാൻ ഒരു സഹോദരൻ പ്രകാശ് രാജവംശി എന്ന് പറയും, അദ്ദേഹത്തെ അൾവറിൽ രാജസ്ഥാനിലെ ബൈബിൾ സ്കൂളിൽ വിട്ടു. പിന്നീട് താൻ SBCയിൽ തന്നെ വിട്ടു. ഇന്ന് താൻ ആ പ്രദേശത്ത് വേല ചെയ്യുന്നുണ്ട്. അവിടെ 3 സുവിശേഷകന്മാർ നിലവിലുണ്ട്, 2 സ്ഥലം സഭകളുണ്ട്. അപ്പൊ ആ നിലയിലെല്ലാം ആരംഭ സമയത്ത് ഒരുപാട് കർത്താവിന്റെ വേലയിൽ ഇനീഷ്യൽ വർക്കുകൾ ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി. പാറ്റ്ന എന്ന് പറയുന്നത്, പാറ്റ്ന വലിയൊരു സിറ്റിയാണ്. ഏതാണ്ട് 27 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു വലിയ സിറ്റിയാണ്. ആ പ്രദേശത്ത് നമുക്ക് വാസ്തവം പറഞ്ഞാൽ ഒരൊറ്റ വീട്ടിൽ പോലും എൻട്രി ഇല്ല. എല്ലാം വലിയ പണക്കാരും ഉയർന്ന ജാതിക്കാരും അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ആ സിറ്റിയുടെ നടുവിൽ നമുക്ക് വീടുകളിലൊന്നും ശരിക്കും പറഞ്ഞാൽ എൻട്രി ഇല്ല. സിറ്റി ലൈഫാണത്. എങ്കിലും ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ അപ്പാർട്ട്മെന്റുകളിൽ ഞങ്ങൾ ഈ പുസ്തകങ്ങളുമായിട്ട് കടന്നു പോവുകയും മിനിമം ഒരു ഗോസ്പൽ പ്രതിയെങ്കിലും അവിടെ കൊടുക്കുവാനുള്ളതായിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയും അങ്ങനെ ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചു. ആ അധ്വാനത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടിയെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ദൈവം ക്രമേണ അനേകരെ കൃപയിലേക്ക് കൊണ്ടുവന്നു. 61-ൽ ടി ഈശോ ചായൻ വർക്ക് ചെയ്ത സ്ഥലമാണ്. അവിടെ ധാരാളം മലയാളികൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ മലയാളികളൊക്കെ അവിടുന്ന് ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഈശോ ചായൻ 87-ൽ അവിടുന്ന് താമ്പരത്തേക്ക് പോകുന്നു. അവിടുത്തെ സഭ ഏതാണ്ട് നില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വന്നു. അവസാനം 2 മലയാളി ഫാമിലീസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവകൃപയാൽ ഞാൻ അവിടെ വന്ന് ഞാനും OM മാത്യു കൂടെ ചേർന്നുള്ള വർക്ക് തുടങ്ങി. പിന്നീട് ദൈവം ായിരിക്കുന്ന ആൾക്കാരെ തന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ഥലം സഭാ കൂടിവരവ് പാറ്റ്നയിലുണ്ട്. ആ പാറ്റ്നയിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ അനുബന്ധമായിട്ട് ചില ഗ്രാമങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. ഒരുപാട് ഗ്രാമങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കടന്നു പോകാനുള്ളതായിരിക്കുന്ന അവസരം ഉണ്ടായി. ഞാൻ പറഞ്ഞ പോലെ ഏതാണ്ട് 30 വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് 30 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന്റെ അനുഭവങ്ങൾ പറയാൻ പറ്റുന്നല്ല. ഞാനൊരു ചുരുക്കം പറയാണ്. ഇന്ന് നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ്ന സഭയുടെ പ്രവർത്തന ഫലമായി ഞങ്ങളുടെ സഭ തന്നെ കമന്റ് ചെയ്തതായിരിക്കുന്ന ഒരു ലോക്കൽ സഹോദരൻ സാരൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഞങ്ങൾ ആ പ്രവർത്തനം ആദ്യം ആരംഭിച്ചു. ഞാനും എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ TG സൂരജ് എന്ന് പറയും, അദ്ദേഹം കേരളത്തിൽ നിന്നുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് ആ വർക്ക് ആരംഭിച്ചു. ആ വർക്ക് ഡെവലപ്പായി. പിന്നീട് ഞാൻ പാറ്റ്ന സഭ ഈ സഹോദരനെ കമന്റ് ചെയ്ത് അവിടേക്ക് അയച്ച് അവിടെ ഒരു സ്ഥലം സഭാ കൂടിവരവ് ഉണ്ടായി. അതിന്റെ അനുബന്ധമായിട്ട് കഴിഞ്ഞ 26-ാം തീയതി 6 പേരുടെ സ്നാനത്തോടുകൂടെ 3ാമത്തെ സ്ഥലം സഭയും ആരംഭിക്കാനായിട്ട് ദൈവം പ്രസാദിച്ചു. 6 പേരെ സ്നാനപ്പെട്ടുള്ളതെങ്കിലും 10-27 പേർ അവിടെ കൂടി വരുന്നുണ്ട്. സാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10-40ഓളം ആളുകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ 3 സ്ഥലം സഭകൾ നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ കൃപയാൽ അവിടെ ഉണ്ടായി. ഇത് കൂടാതെ ബീഹാറിന്റെ അനേക സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലം സഭകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇനീഷ്യൽ വർക്കിൽ ധാരാളം കർത്താവ് അവസരങ്ങളെ നൽകി. മറ്റു സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരോട് കൂടെ താമസിച്ച് ആ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, ഗൈഡ് ചെയ്യാനായിട്ടൊക്കെ ഉള്ളതായിരിക്കുന്ന അവസരങ്ങൾ ദൈവം, ഞാൻ നേരത്തെ തന്നെ ബീഹാറിൽ എത്തിയത് കൊണ്ടും വളരെ ചെറുപ്പത്തിലെ കർത്താവിന്റെ വേലയ്ക്ക് വരാൻ ഇടയായതുകൊണ്ടൊക്കെ ദൈവം ആ നെല്ല് ഉപയോഗിച്ചു. മാത്രമല്ല എന്നെ സംബന്ധിച്ച് ഒരു ബൈബിൾ സ്കൂളിലൊന്നും പഠിച്ചു ഒരു ഡിഗ്രി എടുത്തയാളല്ല. സെക്കുലർ വിദ്യാഭ്യാസവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. കാരണം അന്നത്തെ സാഹചര്യത്തിലൊന്നും പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ എൻ്റെ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്നത് കർത്തദാസൻ PM മാത്യാനാണ്. ഏതാണ്ട് 5 വർഷം തന്നോട് ചേർന്ന് നിന്നുള്ളതായിരിക്കുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഈ 35 വർഷം കർത്താവിന്റെ വേലയിൽ തുടരാനായിട്ട് ദൈവം ഇടയാക്കി. അതിൽ എടുത്തു പറയേണ്ട വ്യക്തികളാണ് ഒന്ന് ജേക്കബ് K മാത്യു കുടുംബം, എടക്കര ബ്രദറൻ അസംബ്ലി, PJ ജോൺ അങ്കിൾ. അതോടൊപ്പം കഴിഞ്ഞ ഒരു 22 വർഷത്തോളമായി ബീഹാറിലെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ സാഹചര്യത്തിൽ താമസിച്ച ആയിരക്കണക്കിന് ദൈവമക്കളുണ്ട്, ദേശത്തുനിന്നും വിദേശത്തുമായിട്ട്. അതിൽ എടുത്തു പറയേണ്ട വ്യക്തിയാണ് റെഗുലർ ആയിട്ട് കടന്നു വന്ന് ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്ന ആളാണ് തിരുവനന്തപുരത്ത് ഒരു Y ബേബി അങ്കിളുണ്ട്. അദ്ദേഹം ഗൾഫിൽ ഒരുപാട് വർഷങ്ങൾ താമസിച്ചതിന് ശേഷം ഇന്ത്യയിലെ ജയിൽ പ്രവർത്തനത്തിന് വേണ്ടി ലൈസൻസോട് വന്ന് താന് ട്രിവാൻഡ്രം താമസിക്കുന്ന ആളാണ്. എന്നാൽ താന് കഴിഞ്ഞ 22 വർഷമായിട്ട് ഞങ്ങളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കർത്താവിന്റെ പേരിൽ തുടരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും, ഗൾഫിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വന്നു. ആയിരക്കണക്കിന് ആളുകൾ. ഞങ്ങൾ എയർപോർട്ടിന് വളരെ അടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ്. അതുകൊണ്ട് ധാരാളം ആളുകൾ വരികയും പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഇടയുണ്ടാകുകയും ചെയ്തു. ഞാൻ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 2 മിനിസ്ട്രിയേ ഉള്ളൂ. അതിൽ നിർബന്ധമുള്ള ആളുമാണ്. ഒന്ന്
സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന ഏറ്റവും പരമപ്രധാന ലക്ഷ്യം എന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. അതിന് എന്നാലാവുന്ന അത്രയും ഓടുകയും കഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കും. 2, ദൈവകൃപയാല് ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കാൻ ബൈബിൾ സ്കൂളുകളിലൊന്നും എനിക്ക് അങ്ങനെ ആ സാഹചര്യം ഇല്ലെങ്കിലും സെൽഫായിട്ട് ധാരാളം സ്റ്റഡി ചെയ്യാനായിട്ട് ദൈവം അവസരങ്ങൾ തരുന്നതുകൊണ്ട് കർത്താവിന്റെ വചനം പഠിപ്പിക്കാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ദൈവം അയക്കുന്നതും സഭകളുടെ ആവശ്യം അനുസരിച്ച് ബൈബിൾ ടീച്ചിങ്ങിലും ഈ 2 മിനിസ്ട്രിയിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറ്റൊരു സ്ഥലത്തേക്കും മറ്റൊരു പ്രൊജക്റ്റിലേക്കും മാറാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളോടെയാണ് ഞാൻ. കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിയെ മറക്കാതെ മുൻപോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഹാർഡ്ഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിന്താഗതിയും എൻ്റെ ആത്മീയ പിതാവ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, കാശിന് 2 കുരുകിൽ വിൽക്കുന്നുണ്ടല്ലോ, അവയിൽ ഒന്നുപോലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നുള്ള ആ വാക്യമായിരുന്നു തൻ്റെ ആപ്തവാക്യം. എൻ്റെയും ആപ്തവാക്യം അതാണ്. ഞങ്ങൾ കടന്നു പോയതായിരിക്കുന്ന പാതകൾ ഒരുപാടുണ്ട്. എൻ്റെ മൂത്ത മോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൽച്ചായ പോലും കുടിച്ചിട്ടില്ല വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ. അന്ന് സാഹചര്യങ്ങളില്ലായിരുന്നു, ആ നിലയിൽ കരുതാൻ ആളുകളില്ലായിരുന്നു. രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഞ്ചംപിത്തം വന്ന് ഏകദേശം അത് സീരിയസ് ആയി ഒരു മരുന്ന് പോലും കിട്ടാത്തതായിരിക്കുന്ന സാഹചര്യത്തിൽ അതികഠിനമായ ചൂടിൽ പ്രതികൂല സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. ചിക്കൻ ഫോക്സ് വന്ന് വളരെ ഗുരുതരമായിരിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധികളെ ഞങ്ങൾ ഈ കഴിഞ്ഞ 35 വർഷം കൊണ്ട് നേരിടാനുള്ള ദൈവകൃപ ദൈവം ഞങ്ങൾക്ക് തന്നു. അവിടെയൊക്കെ ഞങ്ങളെ പിടിച്ചു നിർത്തിയതായിരിക്കുന്ന വാക്യം അന്നും ഇന്നും ഇതാണ്: സ്വർഗസ്ഥനായ പിതാവ് സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് ഹൃദയത്തിലേക്ക് വരുമ്പോൾ മറ്റെല്ലാ പ്രതിസന്ധികൾക്കും നമ്മൾ ആശ്വാസവും ധൈര്യവും കണ്ടെത്തുകയാണ്. അതാണ് ഈ നാളുകൾ വരെ, ഇന്ന് വരെ ക്രിസ്തീയ ജീവിത കർത്താവിന്റെ വേലയിൽ മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിച്ചത്. ഞാൻ ചുരുക്കി പറയട്ടെ, അതൊരു അഹങ്കാരത്തിന്റെ വാക്കുകളല്ല. ഞാൻ വന്ന സാഹചര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുവെങ്കിലും ഇതിന്റെ ഒക്കെ മധ്യത്തിൽ ദൈവത്തിന്റെ ജനം, ഞാൻ ഓർപ്പിച്ചല്ലോ, എൻ്റെ കുടുംബത്തിൽ ആരും കത്തോലിക്കയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരായിട്ട് മറ്റ് രാജ്യങ്ങളിലൊന്നും ഇല്ലെങ്കിലും എന്നെക്കുറിച്ച് ദൈവമക്കൾ എവിടെയൊക്കെയോ അറിഞ്ഞു കേട്ട് 2012 എനിക്ക് ദോഹയിൽ ദൈവവചനം ശുശ്രൂഷിക്കാൻ പോകാനുള്ള അവസരം ഉണ്ടായി. 2013 ബഹ്റൈനിൽ കടന്നു പോകാനുള്ള അവസരം ഉണ്ടായി. 2019 സൗദി അറേബ്യയിൽ കടന്നു പോകാനുള്ള അവസരം ഉണ്ടായി. ഇതെല്ലാം ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു പദ്ധതി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൂടാതെ ഭൂട്ടാന്, നേപ്പാള്, ഈ പ്രദേശങ്ങളിലൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകാനുള്ള അവസരങ്ങൾ ദൈവം തരുന്നു. എന്നോട് ചേർന്ന് എൻ്റെ ഭാര്യ ഈ സമയം വരെയും കർത്താവിന്റെ വേലയിൽ ഏറ്റവും വലിയ നല്ലൊരു തുണയാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഒരു കൃഷി ഫീൽഡിൽ നിന്ന് വന്നതാണ്. സുവിശേഷ വേലയുടെ കമ്മിറ്റ്മെന്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ആ നിലയിൽ ബിബ്ലിക്കലി പറയാനായിട്ടില്ലെങ്കിലും ഈ കഴിഞ്ഞ നാളുകളൊക്കെ ഗ്രാമസുവിശേഷീകരണത്തിലും അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഭവനത്തിൽ വരുന്ന ദൈവമക്കളെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് രാത്രിയിലായാലും പകലായാലും ആ ഒരു ശുശ്രൂഷ രംഗത്ത് ഏറ്റവും സഹകാരിയായി നിന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ശുശ്രൂഷകളെ ഈ നിലയിൽ വിജയകരമായിട്ട് കൊണ്ടുപോകാൻ ഇത്രയെങ്കിലും ദൈവം ഇടയാക്കിയെന്നുള്ളത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. ദൈവം ആ നിലയിൽ ഞങ്ങളെ സഹായിച്ചു. അനേക കൂട്ടുസഹോദരന്മാരുണ്ട് ബീഹാറിൽ, എനിക്ക് മറ്റ് സ്ഥലങ്ങളിലുണ്ട്. ബീഹാറില്, ജാർഖണ്ഡില്, ബംഗാളില്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ത്യയുടെ ഒരുപാട് സംസ്ഥാനങ്ങൾ യാത്ര ചെയ്ത് അനേകരെ പ്രോത്സാഹിപ്പിക്കാൻ, അനേകരുടെ സ്നേഹം, കൂട്ടായ്മയൊക്കെ പങ്കിടാനായിട്ടുള്ള അവസരം, ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അതിന്റെ എല്ലാം ക്രെഡിറ്റ്, അതിന്റെ എല്ലാം മഹത്വം ഞാൻ ദൈവത്തിന് മാത്രം നൽകുകയാണ്. അതുകൊണ്ട് സുവിശേഷ വേലയിലെ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് അത് കർത്താവ് വെച്ചിരിക്കുന്ന ഒന്നാണ്. അതിനോട് നമുക്ക് പ്രതികൂലമായിട്ടൊന്നും പ്രതികരിക്കാനായിട്ട് അവകാശമില്ല. അത് നമ്മൾ സ്വന്തം തിരഞ്ഞെടുത്തതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളെയും ത്യജിച്ച് കർത്താവിന്റെ വേലയ്ക്കായിട്ട് നമ്മൾ സ്വയമായി തിരഞ്ഞെടുത്തൊരു പാതയാകുമ്പോൾ എനിക്ക് ആരോടും പരാതി പറയാനുള്ളതായിരിക്കുന്ന അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വളരെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചില സമയത്ത് അത്രത്തോളം ഉറച്ചു നിന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. പലപ്പോഴും മാനുഷിക മുഖത്തേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ മാത്രമേ പ്രകാശിതരായിട്ടുള്ളൂ, ലജ്ജിക്കാതിരുന്നിട്ടുള്ളൂ എന്നുള്ളതായിരിക്കുന്ന വലിയ സത്യം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ഞാൻ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇനിയും ധാരാളം ചെറുപ്പക്കാർ നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്.
എനിക്ക് വയസ്സ് 55 ഞാൻ ഏതാണ്ട് 25 വയസ്സുള്ളപ്പോൾ അവിടെ ചെന്നയാളാണ്. ബീഹാറിൽ ഏതാണ്ട് 200 കിലോമീറ്ററോളം ഇന്നും ബൈക്ക് ഓടിക്കുന്നയാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ വൺ സൈഡ് 200 കിലോമീറ്റർ ദൂരം വരെ ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരാളാണ്. ബീഹാറിലെ സൗരന്മാർ തന്നെ പറയും എന്നെ പോലെ ബൈക്ക് ഓടിക്കാൻ ക്രേസി ഉണ്ടായിട്ടല്ല, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിറ്റുവേഷൻ ആ നിലയിലായതുകൊണ്ട് മിനിസ്ട്രിക്കും മറ്റു പല കാര്യങ്ങൾക്കും ആ നിലയിൽ പോകണം. എന്നാൽ ഞങ്ങളുടെയൊക്കെ ഓട്ടം ഏതാണ്ട് തീരുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. 30 വർഷത്തോളം നമ്മൾ അവിടുത്തെ ചൂടും തണുപ്പും എല്ലാ സാഹചര്യങ്ങളൊക്കെ അനുഭവിച്ച് ഇത്രത്തോളം നിൽക്കാൻ ദൈവം കൃപ ചെയ്തു. എന്റെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഞാൻ എവിടെ ചെന്നാലും, കേരളത്തിലൊക്കെ ധാരാളം ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ വരാറുള്ളപ്പം സഭകളിലൊക്കെ പറയുന്നതാണ്, ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ അവർ ബീഹാറിലെ പ്രവർത്തനങ്ങളിലേക്ക്, നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കപ്പെട്ടവരായിട്ട് കടന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. ബീഹാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 38 ജില്ലകളാണ്. അതിൽ ഇന്നും 12 ജില്ലകളിൽ നമ്മുടെ ബ്രദറൻ അസംബ്ലിയുടെ ഒരു പ്രവർത്തനമോ പ്രവർത്തകരോ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഞങ്ങൾ 65 സുവിശേഷകന്മാരാണുള്ളത്. അതിൽ ഞങ്ങൾ 14 മലയാളികളെ ഉള്ളൂ. ഏതാണ്ട് 8ഓളം മലയാളികൾ വിവിധ കാരണങ്ങളാൽ കടന്നു വന്നവർ മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ 14 മലയാളികളാണ് ഞങ്ങൾ അവിടെയുള്ളത്. ബാക്കിയുള്ളതെല്ലാം അവിടെയുള്ള ലോക്കൽ ആളുകളായിരിക്കുന്നവർ, രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നതായിരിക്കുന്ന ആളുകളാണ്. ഈ 65 പേരെന്ന് പറയുന്നത് 14 കോടി ജനങ്ങളുടെ നടുവിൽ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, 12 ജില്ലകൾ ഇന്നും നമ്മുടെ യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലാത്തതായിരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ബീഹാറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ബീഹാറിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ നിങ്ങൾ ഓർക്കണം. ഞങ്ങളെ കുടുംബമായിട്ട് നിങ്ങൾ ഓർക്കണം. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കർത്താവിന്റെ വേല ആ നിലയിൽ വളരെ ഭാരത്തോടുകൂടെയും വളരെ കഠിനമായിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ വേല ചെയ്യുന്നതായിരിക്കുന്ന അനേകര് ബീഹാറിലുണ്ട്. അവരെ ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ വിശദമായി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആ ഒരു സാഹചര്യമല്ല നമ്മുടെ മുൻപാകെ ഉള്ളത്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനം അനുഭവിച്ച് ആ ബീഹാറിൽ താമസിക്കാനായിട്ട് ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു. മൂത്ത മോള് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, തൽക്കാലം ജോലി ചെയ്യുന്നില്ല, 2 കുഞ്ഞുങ്ങളുണ്ട്. രണ്ടാമത്തെ മോള് CMC വെല്ലൂരിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ പഠനവും അതിന്റെ ആവശ്യങ്ങളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇനിയും 1-2 സ്ഥലം സഭകൾ കൂടി എങ്കിലും ഗ്രാമങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആത്മാർത്ഥമായിരിക്കുന്ന ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു. ബീഹാറിലെ എല്ലാ സഭകളും ഹിന്ദി സർവീസുകളാണ്, മലയാളം സർവീസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവകൃപയാൽ ദൈവം ആവശ്യമായിരിക്കുന്ന ലാംഗ്വേജ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദിക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ സഭയിലുള്ളതും ഹിന്ദിക്കാരായിരിക്കുന്ന സഹോദരന്മാരാണ്. ആ നിലയിൽ നിങ്ങൾ ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവസാനമായിട്ടൊരു സന്ദേശം പറയണമെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു വാക്ക് മാത്രം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മുൻപാകെ അധികം സമയമില്ലല്ലോ. യെശയ്യാപ്രവചനം 6-ാം അധ്യായം ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഭാഗമാണ്. ഈ വിഷയം വന്നപ്പോൾ മുതൽ എന്ത് സംസാരിക്കണം എന്നുള്ളത് ചിന്തിച്ചു. എന്നാൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ വന്നപ്പോൾ യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കാണുന്ന ദൈവിക ദർശനമാണ്, ഒരു സ്വർഗീയ ദർശനമാണ്. അത് താൻ ഒന്നാമതായിട്ട് കാണുന്ന ദർശനം 3-ാം വാക്യത്തിലാണ്. അവിടെ ദൈവത്തെക്കുറിച്ച് താൻ കണ്ട ദർശനമാണ്. ദൈവം പരിശുദ്ധൻ 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 എന്നുള്ള ദൈവത്തിന്റെ വിശുദ്ധിയുടെയും ദൈവത്തിന്റെ മഹത്വത്തിന്റെയും ദർശനമാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള ദർശനം യെശയ്യാവിനുണ്ടായി. 2, ഈ ദൈവിക ദർശനം, ദൈവത്തിന്റെ വിശുദ്ധിയെ താൻ ദർശിച്ചപ്പോൾ ആ വിശുദ്ധിയുടെ മുൻപാകെ യെശയ്യാവ് തന്നെ കുറിച്ച് കാണുന്ന ഒരു ദർശനമുണ്ട്. അതാണ് 5-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ ഞാൻ വായിക്കുന്നത്, അയ്യോ എനിക്ക് കഷ്ടം. അപ്പോ ദൈവിക ദർശനം ഒരുവനിൽ ഉണ്ടാകുമ്പോൾ അത് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സ്വാധീനം ചെയ്യും. തനിക്ക് തന്നെ കാണാൻ കഴിയും, അല്ലെങ്കിൽ തന്നെ കുറിച്ച് തന്നെയുള്ള ഒരു ദർശനം ഉണ്ടാകും. താൻ പറയുകയാണ് 5-ാം വാക്യത്തിൽ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ തൻ്റെ അശുദ്ധിയെ താൻ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപാകെ കാണുകയാണ്. അപ്പോ ഒരു ദൈവിക ദർശനം നമുക്കുണ്ടാകണം. ആ ദൈവിക ദർശനത്തിന്റെ മുൻപാകെ നമ്മുടെ ഇല്ലായ്മയെ കാണാൻ നമുക്ക് കഴിയണം, നമ്മുടെ അശുദ്ധിയെ കാണാൻ നമുക്ക് കഴിയണം. മാത്രമല്ല 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നാം വായിക്കുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ചുറ്റുപാടുമുള്ള ആളുകളെ കുറിച്ചുള്ള ദർശനം തനിക്കുന്നു. ഒന്നാമത് ദൈവത്തെക്കുറിച്ചുള്ള ദർശനം ഉണ്ടായി. 2ാമത് ആ ദർശനം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കാൻ തനിക്കിടയായപ്പോൾ
യെശയ്യാവ് പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ അധ്യായം 5-ാം അധ്യായത്തിൽ നാം വായിച്ചാൽ ഏതാണ്ട് 6 പ്രാവശ്യം അയ്യോ നിങ്ങൾക്ക് കഷ്ടമെന്ന് പ്രസംഗിക്കുന്ന യെശയ്യാവിനെ നമ്മൾ കാണുന്നു. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപാകെ ഇപ്പോൾ യെശയ്യാവ് പറയാണ്, അയ്യോ എനിക്ക് കഷ്ടം. എന്താ കാരണം? ദൈവിക വിശുദ്ധിയുടെ മുൻപാകെ തന്റെ ജീവിതത്തെ പരിശോധിച്ചപ്പോൾ, കാണാനിടയായപ്പോൾ തന്റെ അശുദ്ധിയെ താൻ കാണുകയാണ്. മൂന്നാമതായിട്ട് താൻ കണ്ടത്, തന്റെ അശുദ്ധിയെ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, ചുറ്റുപാടുമുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു വലിയ ദർശനം തനിക്കുണ്ടായി. ഞാൻ താമസിക്കുന്നത്, ഞാൻ പ്രവചിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു ജനത്തിന്റെ നടുവിലാണ്. ഈ 3 ദർശനം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചുണ്ടാകണം. അതിലുപരിയായി ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഒരു ദൈവദാസൻ ഉണ്ടാകണം എന്നുള്ളതാണ്. കർത്താവിന്റെ വേലയിൽ വിശ്വസ്തയോടുകൂടെ, ഭാരത്തോടുകൂടെ മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഒരു ദൈവദാസന് ഒന്ന് ദൈവിക ദർശനം ആവശ്യമാണ്, 2 തന്നെ കുറിച്ചുള്ളതായിരിക്കും, തന്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള, തന്റെ അശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം ആവശ്യമാണ്, 3 തനിക്ക് ചുറ്റുപാടുമുള്ള ആളുകളുടെ പരിസ്ഥിതി, അവരുടെ ജീർണിച്ച അവസ്ഥ, അവരുടെ മോശമായ ജീവിത ശൈലി, അത് തിരിച്ചറിയാനായിട്ട് തനിക്ക് കഴിയുമ്പോഴാണ് താഴെ നാം വായിക്കുന്നത്, ഇത്രമാത്രം ശബ്ദ കോലാഹലങ്ങൾ ഉള്ളതായിരിക്കുന്ന ഈ ദേശത്ത് യെശയ്യാവ് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. 8-ാം വാക്യത്തിൽ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പറയട്ടെ, നാം പാർക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരുപാട് ശബ്ദ കോലാഹലങ്ങൾ നമ്മുടെ മുൻപാകെയുണ്ട്. അതിന്റെ മധ്യത്തിൽ ദൈവിക ശബ്ദം കേൾക്കുവാൻ കഴിയുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എന്നാൽ യെശയ്യാവിന് ഈ വലിയ ശബ്ദ കോലാഹലങ്ങളുടെ നടുവിൽ ഒരു ശബ്ദം കേൾക്കുവാൻ തനിക്ക് കഴിഞ്ഞു. ആ ശബ്ദം എന്താണ്? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം. ആ കർത്താവിന്റെ ശബ്ദത്തോട് യെശയ്യാവ് പ്രതികരിക്കുകയാണ്. എന്താണ് യെശയ്യാവ് പറയുന്നത്? അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാടുണ്ടാകുകയാണ്. അപ്പോൾ ആ ദൈവിക ശബ്ദത്തിന് മുൻപാകെ യെശയ്യാവ് തന്നെ സമർപ്പിക്കുന്ന രംഗത്ത് ദൈവം ആ ജനത്തോട് അരുളി ചെയ്യുവാനുള്ള അരുളപ്പാടുകൾ യെശയ്യാവിന്റെ നാവിൽ കൊടുക്കുകയാണ്. ഞാൻ ഇതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക ദർശനം ആവശ്യമാണ്. നമ്മെക്കുറിച്ച് തന്നെയുള്ള ദർശനം ആവശ്യമാണ്. നമുക്ക് ചുറ്റുപാട് നടക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ തലപൊക്കി നോക്കുക. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ കൊയ്ത്തിന് പാകമായി കിടക്കുന്ന വയലുകൾ കാണുവാൻ കഴിയും. ആ വയലുകളെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാരമുണ്ടാകും. ആ വയലുകളിലെല്ലാം എത്തിച്ചേരുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. പക്ഷേ ഒന്ന് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ആ കൊയ്ത്തിന്റെ യജമാനനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കൊയ്ത്തിന്റെ യജമാനനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യജമാനൻ ആ വയലിലേക്ക് ആളുകളെ അയക്കും. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ, ഒരുപക്ഷെ നാളെ ഇത് യൂട്യൂബിൽ കൂടെ അനേകരിത് കേൾക്കുവാൻ ഇടയാകുമ്പോൾ, ഞാനിങ്ങനെ പറയട്ടെ പ്രിയമുള്ളവരെ, കൊയ്ത്തിന് പാകമായി കിടക്കുന്ന അനേക വയലുകൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, 14 കോടിയിൽ അധികം വരുന്ന ജനമാണ് വടക്കേന്ത്യ, ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. നാം കേരളത്തിലുള്ളവരാണല്ലോ, കേരളത്തിൽ നിന്നുള്ളവരാണല്ലോ. ഏതാണ്ട് 3 കോടിയിലധികം ജനമാണ്. എന്നാൽ 14 കോടിയിലധികം ജനമാണ് ബീഹാർ എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത്. അവിടെ ഞങ്ങൾ കേവലം 65 സുവിശേഷ പ്രവർത്തകരേ ഉള്ളൂ. ഞങ്ങൾ എത്ര ഓടിയാലും അതിന്റെ ഒരു മൂലയ്ക്ക് മാത്രമേ എത്തുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. യജമാനൻ അതാത് സമയത്ത് ആ കൊയ്ത്തിലേക്ക്, ആ പാടത്തേക്ക് വേലക്കാരെ എഴുന്നേൽപ്പിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബീഹാറിലേക്ക് കടന്നു വരിക. അനേകർ വരാറുണ്ട്, ഗൾഫിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും മിഷൻ ട്രിപ്പായിട്ടും അല്ലാതെയും ഒക്കെ പലരും കടന്നു വന്ന് ഞങ്ങളോട് പാർക്കുകയും ഫീൽഡുകൾ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ ഇനിയും ആളുകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് കടന്നു വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്, ഞങ്ങൾക്കത് ബലമാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും യൗവനക്കാരായിരിക്കുന്നവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വടക്കേ ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യുക. യജമാനൻ തന്റെ വയലിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഷ്ടത നമ്മോട് കൂടെയുള്ളതാണ്.
അതിന്റെ ഹാർഡ്ഷിപ്പ് ഞാൻ പറയുന്നത് കൊണ്ട് വലിയ അർത്ഥമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. വടക്കേന്ത്യൻ സുവിശേഷ പ്രവർത്തനങ്ങൾ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, വളരെ എക്സ്പെൻസീവ് വർക്കുകളാണെന്ന് മാത്രം ഞാൻ പറയട്ടെ. വളരെ എക്സ്പെൻസീവ് വർക്കുകളാണ്. കേരളത്തിലെ പോലെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ആരും കൂട്ടായ്മ തരുവാനായിട്ട് അവിടെ ആരുമില്ല. നമ്മൾ അങ്ങോട്ട് പലരെയും സഹായിച്ച് ദൈവസഭയെ വളർത്തേണ്ട സാഹചര്യമാണ്. വന്നിട്ടുള്ളവർക്കറിയാം, വടക്കേന്ത്യയെ കുറിച്ച് പരിചയമുള്ളവർക്കറിയാം. ഒറ്റ വാക്ക് മാത്രം പറയാം, വടക്കേന്ത്യയിലെ സുവിശേഷ വേല വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബീഹാറിലേക്ക് ഇനിയും ദൈവദാസന്മാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വരാനായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തന്ന അവസരത്തിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിർത്തുന്നു. ദൈവിക ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാടുകളുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു അവബോധത്തോടുകൂടെ നമുക്ക് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെട്ടതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു മാതാവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ദൈവമേ, നിനക്ക് തരുവാനൊന്നും ഞങ്ങൾക്കൊന്നും, അങ്ങനെ 2 കുഞ്ഞുങ്ങളെ നീ തരണമേ. നമ്മുടെ തലമുറകൾ അങ്ങനെയുള്ള തലമുറകളായി തീരട്ടെ. ഒന്ന് ദൈവത്തിന് കൊടുക്കുവാനും ഒന്ന് ഞങ്ങൾക്കും. തീർച്ചയായിട്ടും അത്രയും ലക്ഷം ജനത്തിന്റെ മധ്യത്തിൽ ഇനി അങ്ങനെയുള്ള അനേക യുവതലമുറ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് ഇറങ്ങിപ്പുറപ്പെടുവാൻ ഈ സാക്ഷ്യങ്ങളിലൂടെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ ഒരു 1-2 പേജിലൂടെ മാത്രമാണ് നാം കടന്നുപോയത്. എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ ബീഹാറിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരുണ്ട്. അവിടെ അനേക ഫീൽഡ് വിളഞ്ഞ് പഴുത്ത് കിടപ്പുണ്ട്. ചെന്ന് ആ കറ്റ കൊയ്യുവാൻ അവിടെ ആരുമില്ല. ഭാഷ വ്യത്യാസമായിരിക്കാം, പക്ഷേ സുവിശേഷം അറിയിപ്പാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവസന്നിധിയിൽ നാം അതോർത്ത് പ്രാർത്ഥിക്കാം. അതൊരു എക്സ്പെൻസീവ് വർക്കാണ്. അത് ബീഹാറിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയുടെ അനേക സ്ഥലങ്ങളിൽ ഒരു വ്യക്തിക്ക് ഒരു ചെറിയ കൂട്ടായ്മ കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോടുണ്ടാകുന്ന സ്നേഹമാണ് ക്രമേണ ആ വ്യക്തിയും കുടുംബവും കർത്താവിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമായി തീരുന്നത്. കൊടുക്കാതിരിക്കുമ്പോൾ ഒരകലം പിന്നെയും പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരുന്നെന്ന് വരാം. ആ ആവശ്യത്തെയും നാം പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാം അടക്കി വെച്ച് സമ്പാദിച്ച് നേടി എല്ലാം സുരുക്കൂട്ടി വെച്ചിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരല്ല അവിടെ ആയിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ വള്ളവും വലയും വിട്ടെറിഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെട്ടവരാണ്. അവരെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കർത്തവ്യമാണ്. അവരോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ ചില നാളുകൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പല സ്ഥലങ്ങളിലും കടന്നു പോകുവാൻ ഞങ്ങൾക്കും ഇടയാകുന്നുണ്ട്. അനേക അനുഭവങ്ങൾ കാണുവാനും ഇടയാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ടോമി ബ്രദർ ഞങ്ങളോടൊപ്പം കടന്നു വന്ന് ബീഹാറിനെ കുറിച്ചും തന്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ സംഗ്രഹമായ ഒരു വിഷയം തന്റെ സാക്ഷ്യം ഓർപ്പിക്കുവാൻ ദൈവം കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് മേൽക്കുമേൽ കർത്താവിന്റെ ദാസനെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ബീഹാറിൽ മാത്രമല്ല, അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്കായി കർത്താവിന്റെ വചനവുമായി കടന്നു ചെല്ലേണ്ടതിന് കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. ആവശ്യങ്ങളെ ദൈവം മാനിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ആ മീനിന്റെ വായിൽ നിന്ന് ദ്രഹ്മയെടുത്ത് കൊടുക്കുവാൻ അധികാരമുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? 1 ഭരണി എണ്ണ മതി, അത്ഭുതം പ്രവർത്തിപ്പാൻ അത് മതി. മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? 1 വടി മതി, ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ അത് മതി. ഇന്ന് രാത്രിയിൽ അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, എനിക്കുള്ളത് കൊണ്ട് നീ അത്ഭുതം ചെയ്യണം, എന്നെ കൊണ്ട് നീ അത്ഭുതം ചെയ്യണം. ആ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ. അവിടെയുള്ള സഭയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത ശനിയാഴ്ച മറ്റൊരു ജീവിത അനുഭവമായി നമുക്ക് കണ്ടുമുട്ടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. ഇന്ന് രാത്രി തന്നെ ഇത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടുകയും ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അനേകർക്ക് അയച്ചു കൊടുക്കാം. അനേകരെ ഓർത്ത് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സൂരജ് ടിജി നമ്മളോട് കൂടെയുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ അവസാനിപ്പിക്കും. എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടും ദൈവനാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം.
സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ എവാഞ്ചലിസ്റ്റ് സൂരജ് ബർനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസനത്തിനായിട്ട് ശ്രദ്ധിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൃപാസനത്തോട് ഞാൻ കടന്നു വരുവാനും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കാനും ദൈവമേ സഹായിച്ചു. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പി ജെ ടോമി ബ്രദർ കർത്താവെ തന്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനും ഇടയാക്കി. അതിനായിട്ട് ശ്രദ്ധിക്കുന്നു. താൻ കർത്താവിനെ തന്റെ ഭവനം കണ്ടുകിട്ടിയ വിധങ്ങളും കർത്താവ് വിശ്വാസത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടത്തിലൂടെ കടന്നു പോകാൻ ഇടയായി. ആ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയവനായ ദൈവം അവിടുന്ന് കൂടി നിന്ന് സഹായിക്കുകയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു. അതിനായിട്ട് ദൈവമേ നന്ദി പറയുന്നു. കർത്താവെ വിളിച്ച് ആ ദൈവം വിശ്വസ്തനാണെന്നുള്ള കാര്യം തന്റെ അനുഭവത്തിൽ നിന്നും ഇന്ന് വിളിച്ചറിയിക്കുവാൻ കർത്താവിന്റെ ദാസനെ അവിടുന്ന് അടുത്ത് ഉപയോഗിച്ചല്ലോ. അതിനായിട്ട് ശ്രദ്ധിക്കുന്നു. കർത്താവെ 30 വർഷക്കാലമായി ഇന്ന് നോർത്ത് ഇന്ത്യയിലെ കർത്താവ് ബീഹാറിന്റെ ആ പ്രദേശത്ത് തലസ്ഥാന പട്ടണയിൽ ആയി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്ന് ഓർത്ത് ദൈവം ശ്രദ്ധിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് പല ഗ്രാമങ്ങളും പോകാനും പ്രവർത്തിപ്പാനൊക്കെ ദൈവമേ സഹായിച്ചല്ലോ. അതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ നിന്റെ ദാസനെ നീ അവിടുന്ന് ശക്തീകരിച്ചു ബലപ്പെടുത്തി. എല്ലാത്തിനായി ദൈവമേ നന്ദി പറയുകയാണ്. കർത്താവെ പ്രിയപ്പെട്ടവന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. സഹോദരൻ കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവം നന്ദി പറയുന്നു. മൂത്ത മോളും കുടുംബം അവർ ബാംഗ്ലൂരാണല്ലോ, ആയിരിക്കുന്ന സ്ഥാനത്ത് അവരെ കർത്താവ് കരുതുകയും അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകളും കർത്താവ് പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവെ നീ അനുഗ്രഹിക്കണമേ, അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരനെയും കുടുംബത്തെ അനുഗ്രഹിക്കണം എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കാൽവരി മീറ്റിംഗ് പ്രാർത്ഥനയിൽ സംബന്ധിച്ച ദൈവമേ എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങൾ പരമേൽപ്പിക്കുകയാണ്. കർത്താവെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയനും ഇങ്ങനെ ഈ മീറ്റിംഗിൽ കയറാനും കർത്താവ് ഇടയായി. അതിനായിട്ട് ദൈവം നന്ദി പറയുന്നു. കർത്താവെ കേൾപ്പിച്ച വചനത്തിനും കേൾപ്പിച്ച സാക്ഷ്യത്തിനൊക്കെ ഓർത്ത് നന്ദി പറയുകയാണ്. ദൈവമേ ഈ പ്രവർത്തനത്തിന് ലീഡ് ചെയ്യുന്നതും ഈ പ്രവർത്തനം ദൈവമേ ലീഡ് ചെയ്യുന്നതും ഈ പ്രവർത്തനത്തെ കൊണ്ടുപോകുന്നതും ആയിരിക്കുന്ന ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നു. മഹത്വം നിർക്കണം. സർവകർത്താവായ യേശു നാമത്തിൽ അപേക്ഷ കർത്താവെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.